സത്യത്തിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞുവെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. പക്ഷേ ഇനിയും ഏറെ പഠിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കറണ്ട് പോയപ്പോ ഇനി വിധി മറിച്ചാണോ എന്ന് ഞാൻ പേടിച്ചു. പക്ഷെ അവസരത്തിനൊത്തുയർന്ന ആനിയുടെ മനസാന്നിധ്യം, ആ വെളിച്ചമാണ് എനിക്ക് ധൈര്യം പകർന്നു. പാറക്കുട്ടിയെ നഷ്ടപ്പെട്ടാൽ കരയാനും തിരിച്ചു കിട്ടിയാൽ സന്തോഷിക്കാനും ഈ ലോകത്ത് ഞാൻ മാത്രം. ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ കൂടെ ആരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു. താങ്ക് യു. പാറുക്കുട്ടിക്ക് ഡോക്ടറിലൂടെ കിട്ടിയ ഈ ഭാഗ്യം ഡോക്ടർക്കും തിരിച്ചു കിട്ടാതിരിക്കില്ല. ഇനി ആനി പറഞ്ഞത് പാറക്കുട്ടിയെ കുറിച്ച് തന്നെ ആണെങ്കിലോ? ഇങ്ങനെ ഒന്ന് വിളിക്കുക. ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്തു പറയും? വേണ്ട. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അതോ ഇല്ലെന്ന് അഭിനയിക്കാണോ? അതിന് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഫോണിലൂടെ കടിച്ചതിനൊന്നും പോണില്ലല്ലോ. ഏതായാലും വിളിക്കാം. ഇങ്ങോട്ടും വിളിക്കാമല്ലോ. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾ വേണ്ടേ മുൻകൈ എടുക്കാൻ? എനിക്കിഷ്ടമാണെന്നങ്ങ് പറയും. എന്ത് ചെയ്യും? ഹലോ ഹലോ സർ, ആനിയ. എന്താ ആനി? സർ, പാറക്കുട്ടി. പാറക്കുട്ടിക്ക് പറ എന്താ പാറക്കുട്ടിക്ക്? അല്ല, ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. ഷീസ് ഓൾ റൈറ്റ്. ഞാനും ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. ഷീസ് ഓൾ റൈറ്റ്. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറ എന്താ? ആരോ വന്നിരിക്കുന്നു. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാനിപ്പോ വരാം.